അതുപോലെ ബാബുചേട്ടനോട് ഇങ്ങനെ പറഞ്ഞപ്പോഴോ ഇതുവരെ എനിക്കൊന്ന് റീസെന്റ് ഇപ്പോൾ RDX-നകത്തേക്കാളും ഇതുപോലത്തെ തന്നെ ബാബുചേട്ടനാണ് ഈ ഒരു കാതിലെ കുരിശിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പം എങ്ങനെയായിരുന്നു അത്? അപ്പോൾ അത് ഒമർ പറഞ്ഞു നമുക്ക് ആ ലുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്യാം, അത് നന്നായിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വന്ന് മുടിയൊക്കെ അങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് ശരിയാകുന്നില്ല. അന്നേരം പിന്നെ നമ്മൾ വിചാരിച്ച ഒരു കാര്യം ചെയ്യാം, നോർമലായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഞാൻ വണ്ടി എടുത്ത് ഇതെല്ലാം അഴിച്ച് കളയാൻ വേണ്ടി പോയതാണ്. പോയി കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ദൂരം വേണ്ടി നിന്ന് കഴിഞ്ഞപ്പം ഒമറിനോട് ഞാൻ പറഞ്ഞു, ഒമർ ഉദ്ദേശിച്ച് നമ്മുടെ പഴയ ലുക്കല്ലേ, പക്ഷേ ഈ ഇതെടുത്ത് അഴിച്ചെല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ലുക്ക് കിട്ടില്ല. അയ്യോ അത് ശരിയാണല്ലോ പാവച്ചേട്ടാ, അത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വേറെ രീതിയിൽ ഒപ്പിച്ച് ഇനി വർക്കൗട്ടായി. ഉറപ്പായിട്ടും ട്രെയിലർ കാണുമ്പോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഈ ലുക്ക് ചിലപ്പോൾ ചേഞ്ച് ആയി പോയത്. പെട്ടെന്നൊരു തോട്ട് വന്നത്, അതാണല്ലോ ഒമറിന് വേണ്ടിയത്, അല്ലെ ഓഡിയൻസ് പ്രതീക്ഷിക്കുന്നൊരു നമ്മൾ ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞു, അയ്യോ ചേട്ടാ ചേട്ടാ അയ്യോ നമുക്ക് അത് തന്നെ വെക്കാന്ന് പറയാം. അങ്ങനെ വെരി ഗുഡ് ടീം വർക്ക്. റഹ്മാൻ ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും നല്ലൊരു രസമുള്ള ഒരു പഴയ കാലഘട്ടത്തിലേക്ക് പോയ ഒരു പദ്ധതിയാണ്. കാരണം ഇടക്കാലത്ത് മലയാള സിനിമയിലെ സൗഹൃദം വല്ലാണ്ട് സെപ്പറേറ്റ് ഒരു കാരവൻ സംസ്കാരം എന്നാണ് ഇപ്പം പൊതുവെ എല്ലാവരും പറയുക. എനിക്കൊന്ന് അന്നത്തെ ചില പഴയ നടീനടന്മാരൊക്കെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അന്നൊക്കെ ഒരു കുടുംബം, കലാരഞ്ജിനി ചേച്ചി ഞാൻ ഇന്റർവ്യൂ ചെയ്ത് പറഞ്ഞു, പണ്ടൊക്കെ ഒരു കുടുംബം പോലെയാണ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഇന്ന് പൊതുവെ അതായത് അഭിനയിച്ചു കഴിഞ്ഞാൽ കാരവാനിലേക്ക് പോയിരിക്കുന്നത്. അതായത് ഇത് കേട്ടപ്പോൾ ഒരു സന്തോഷം അല്ലേ, പഴയ ആ ഒരു കാലഘട്ടത്തിലേക്ക് അങ്ങനെ തോന്നിയിരുന്നോ റഹ്മാൻ സാറിന്? എനിക്ക് കാരണം തോന്നിയിട്ടുണ്ട്. കാരണം ഈ പ്രോജക്റ്റില് ഈ സിനിമയില് എത്ര പേരുണ്ട്, എത്ര ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ ഇവരെല്ലാരും സെറ്റിൽ കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു സംഭവമാണ്, ഒരു ഉത്സവമേളയാണ് അവിടെ നടക്കുന്നത് നമ്മുടെ സെറ്റില്. എത്രയും പേര് ഒരേ സമയത്ത് തന്നെ ഞങ്ങൾ ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഒരു ഫ്രെയിമിൽ തന്നെ കൊള്ളാൻ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് ഉണ്ടായിരുന്ന ആ ഫൺ, ആ എക്സൈറ്റ്മെന്റ്, പിന്നെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതും എല്ലാം ഒരു സംഭവമായിരുന്നു. കാരണം എല്ലാവരും തമാശകളായിരുന്നു, കാലത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ തമാശ. അങ്ങനെ നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ് ഇതൊക്കെ കേൾക്കുമ്പോൾ.